Good morning and welcome to Doctor's Talk. ഇന്നത്തെ ഡോക്ടേഴ്സ് ടോക്കിലുള്ള എന്നോടൊപ്പമുള്ള ആൾ മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നോടൊപ്പം തന്നെ. അദ്ദേഹം ഒരു ENT സർജനാണ്. അദ്ദേഹം ENT സർജറിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സ്വന്തം ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം ശരിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ വിഭാവനം ചെയ്ത ഒരു പുതിയ സമ്പ്രദായം, ക്വിക്ക് സ്ലിം, വണ്ണം കുറയ്ക്കാനുള്ളൊരു സമ്പ്രദായം അദ്ദേഹം തന്നെ വികസിപ്പിച്ചെടുക്കുകയുണ്ടായി. 120 ചില്ലുവാനം ഭാരമുണ്ടായിരുന്ന അദ്ദേഹം ഇപ്പോൾ 90 കിലോയിലേക്ക് വന്ന് നിൽക്കുന്നു. ഏകദേശം 30 കിലോ വെയിറ്റ് കുറച്ചു. ഡോക്ടർ വിനോദ് ബി നായർ PVS ഹോസ്പിറ്റലിലെ ENT സർജൻ ആയിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിൽ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ വിനോദ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഡോക്ടർ ഒരു ENT സർജൻ ആയിരുന്നു. പിന്നെ സ്വന്തം ഒരു ലൈഫ് സ്റ്റൈൽ പ്രോബ്ലം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ തന്നെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സാധനം ഒരു മറ്റുള്ളവർക്ക് വേണ്ടി അത് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് മറ്റുള്ളവരിൽ പ്രചരിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നു. അതാണ് ഇപ്പോൾ ഡോക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എപ്പാർട്ട് ഫ്രം ENT കൂടാതെ. അപ്പം നമ്മളിതിനു മുമ്പ് 2 പ്രാവശ്യം ഇതുപോലെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം തുടക്കത്തിൽ ഈ ക്വിക്ക് സ്ലിം എന്ന് പറഞ്ഞ് ഡോക്ടർ വണ്ണം കുറച്ചപ്പോൾ ആ സമയത്ത് നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അതിശയത്തിൽ നിന്ന് നമ്മൾ ഒരിക്കൽ തുടങ്ങി. പിന്നെ ഒരിക്കൽ 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ അതിനെക്കുറിച്ച് തന്നെ വീണ്ടും സംസാരിച്ചു. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യം നമ്മളിതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടും പഴയ തന്നെ പറയുന്നതിൽ കാര്യമില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പുതിയൊരു കാര്യം ചോദിക്കുക. ഈ ഒരു ഏത് സാധനവും നമ്മൾ തുടങ്ങുമ്പോൾ തുടക്കുമ്പോൾ നിൽക്കുന്നിടത്തായിരിക്കില്ല 3 കൊല്ലം കഴിഞ്ഞ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഡോക്ടർ മുമ്പ് ചെയ്തിരുന്നതും ഇപ്പോൾ ചെയ്യുന്നതും, ഡോക്ടർക്ക് ആദ്യം ഉണ്ടായിരുന്ന റിസൾട്ടുകളും ഇപ്പോൾ ഉണ്ടായിരുന്ന റിസൾട്ടുകളും ഒരു ഡിഫറൻസ് ഇപ്പോൾ ഡോക്ടർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടർ ഈ സംഗതി തുടങ്ങുന്ന സമയത്ത് 3 വർഷം മുമ്പ് ഈ സംഗതി ഇതിനെക്കുറിച്ചൊരു പഠിക്കുകയും ഡോക്ടർ തന്നെ പ്രാബല്യത്തിൽ വരുത്തുകയും എന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഡിസൈൻ ചെയ്യുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഞാൻ തുടങ്ങിയപ്പോൾ ആ പറഞ്ഞ വെയിറ്റിനകത്തൊരു ചെറിയ വ്യത്യാസം. എനിക്ക് 122 കിലോ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 82 കിലോ ആണ്. ഇപ്പോൾ 84 കിലോ, 82 കിലോ വരെ കുറച്ചു. പിന്നെ ഞാനിപ്പോൾ 84 കിലോയിലാണ് സ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നത്. തുടങ്ങിയപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഞാൻ കുറച്ചും കൂടെ കഠിനമായിട്ടാണ് ഇത് ചെയ്തത്. കഠിനമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ സാധാരണ പ്രയാസമുള്ള രീതിയിലാണ് ചെയ്തത്. അത് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫാമിലി മെമ്പേഴ്സുമാണ് ഏറ്റവും കൂടുതൽ പേര് ആദ്യം ഇതിനായിട്ട് മുന്നോട്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരാളുടെ രോഗിയെ കണ്ട് നമ്മളിരുന്ന് സംസാരിക്കും പോലെ കുറേശ്ശെ പറഞ്ഞു കൊടുത്തിരുന്നു. ആ സമയത്ത് അവരത് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്യാൻ അതത്ര പ്രയാസം അവർക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയില്ല. പിന്നെയാണ് ഞാനൊരു ട്രെയിനറായ ബേസിക്കലി ഞാൻ ഈ ഒരു ലൈഫ് സ്കിൽസ് ട്രെയിനറാണ്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് മോഡലിൽ ഒരു ഫുൾ ഡേ വർക്ക്ഷോപ്പ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നത് അതിന് ശേഷമാണ്. അപ്പം ഞാനിങ്ങനെ ഇപ്പം നാളെ ഇതുവരെയായിട്ട് ഏകദേശം 968 പേര് ചെയ്തിട്ടുണ്ട് ഈ പ്രോഗ്രാം. 968, 1000 ആകാൻ ഇനി വളരെ കുറച്ച് നമ്പറുകളേ ഉള്ളൂ. 968, 975 ആ റേഞ്ചിലാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അവർക്ക് ചെയ്യാനുണ്ടാകുന്ന പ്രയാസങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയതിൽ നിന്ന് ഞാനതിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ പ്രോഗ്രാം ഇതിൻ്റെ ഒരു ക്വിക്ക് സ്ലിമിൻ്റെ ഒരു 20ാമത്തെ എഡിഷനാണെന്ന് വേണം പറയാൻ. ഞാൻ ഈ ഒരു 20 പ്രാവശ്യമെങ്കിലും അതിനെ എൻ്റെ ബേസിക് കോൺസെപ്റ്റ്സുകളൊന്നും മാറ്റിയിട്ടില്ലെങ്കിലും ആ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ മാത്രമല്ല ഈ മുമ്പ് ചെയ്ത ഇത്രയും പേരുടെയും ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് എനിക്കിവരെ ഫോളോ അപ്പ് ചെയ്യാൻ ഒരു ഡെഫിനറ്റായിട്ടൊരു സിസ്റ്റം ഉണ്ട്. നമുക്ക് ഫേസ്ബുക്ക് പലർക്കും പരിചയമുണ്ടാകും. ഫേസ്ബുക്ക് എല്ലാവരും തമാശയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ ഈ പ്രൊഫഷൻ്റെ ഭാഗമായി അതിനെ വളരെ സീരിയസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് ഫേസ്ബുക്ക്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും, ഈ ഫേസ്ബുക്കിൽ സീക്രട്ട് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാൾ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ പറ്റും. ഈ സീക്രട്ട് ഗ്രൂപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സെർച്ച് ചെയ്താൽ പോലും കിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ളവർക്ക് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ഗ്രൂപ്പിൻ്റെ ഒരു പടി മുന്നേ ആയിട്ടുള്ളതാണ്, കൂടുതലായിട്ടുള്ളതാണ് സീക്രട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സീക്രട്ട് ഗ്രൂപ്പ് ഞാൻ സെർച്ച് ചെയ്താൽ പോലും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പോലും അറിയാൻ പറ്റില്ല. അതിനകത്ത് എഴുതിയാൽ ഒന്നും ആരും പുറത്ത് അറിയാൻ പോകുന്നില്ല, ഇങ്ങനെ ഗ്രൂപ്പേ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതുവഴിയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. പിന്നെ മാത്രമല്ല പലരുമായിട്ട് ഇമെയിലായിട്ട് ഫോണിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇവർ നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് പഠിച്ച് അതനുസരിച്ച് ഓരോ പ്രാവശ്യവും അതിനെ മോഡിഫൈ ചെയ്ത് ഇന്നിപ്പോൾ അതിനെ ഒരു തികച്ചും ഇപ്പോൾ ഇതിനെ തന്നെ 1 വർഷം മുന്നേ വന്നിരുന്നവർ വീണ്ടും പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് അവർ ഇത് ആകെ മാറിയിട്ടുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് അതിനകത്ത് വന്ന മാറ്റം. പിന്നെ ധാരാളം പേര് പണ്ട് വളരെയധികം വണ്ണം കൂടുതലുള്ളവരാണ് വന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ 5 കിലോ 6 കിലോ വണ്ണം കൂടുതലുള്ളവർ മുമ്പ് ചെയ്തവരുടെ ഭാര്യമാരെ ഭർത്താക്കന്മാരെ അവരായിട്ട് വിളിച്ചുകൊണ്ടിട്ട് 3 കിലോ 5 കിലോ വണ്ണം കൂടുതലുള്ളപ്പോൾ പോലും അവർ തിരിച്ചു കൊണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഏത് 20 കിലോ ഓവർ വെയ്റ്റും അല്ലെങ്കിൽ 15 കിലോ ഓവർ വെയ്റ്റും 2 കിലോ 3 കിലോ ഓവർ വെയിറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 കിലോ ഓവർ വെയിറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ 500 ഗ്രാം ഓവർ വെയിറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആ സ്ലൈഡിങ് താഴോട്ടുള്ള സ്ലൈഡിങ്
തുടങ്ങുന്ന സമയത്തിന് മുന്നേ അല്ലെങ്കിൽ തുടങ്ങി കഴിയുമ്പോൾ തന്നെ അതിനെ പിടിച്ച് കെട്ടുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ തീരുമാനം. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു മാറ്റം. കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും നമ്മൾ കാണുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യമല്ല രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതുപോലെ ഇടയ്ക്ക് നമ്മളല്ലാതെ കണ്ടപ്പോഴും ഡോക്ടർ പറഞ്ഞിരുന്നു, ഡോക്ടറുടെ അടുത്ത് ഇപ്പോൾ വണ്ണമുള്ളവർ മാത്രമല്ല വരുന്നത്, വണ്ണമുള്ളവരും അത് വണ്ണത്തിൻ്റേതായ പ്രശ്നങ്ങളുള്ളവരും പിന്നെ ചില ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഇപ്പോൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ വരുന്നുണ്ട്. അത് വണ്ണമുള്ളവരും ഇല്ലാത്തവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് എനിക്ക് അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോൾ പറയാറായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഇത് സംസാരിക്കുന്നത് വളരെ ആധികാരികമായിട്ട്, ഞാൻ ഒരു ഏത് മെഡിക്കൽ ഇതിനകത്തും 960 നമ്പർ എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പറാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ചികിത്സാ രീതിയുടെ ഫലം നമ്മൾ പറയുന്നതൊക്കെ ഒരു 25-50 കേസ് കഴിയുമ്പോൾ തന്നെ നമ്മളതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങും. അപ്പോൾ എനിക്ക് വണ്ണം കുറയുമെന്ന് 100% ഉറപ്പായിരുന്നുവെങ്കിലും അസുഖങ്ങൾ മാറുമെന്ന് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയാറില്ല, ഇപ്പോഴും പറയുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം, ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ഇതിനൊക്കെ മാറ്റാൻ പറ്റും? കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കാര്യം പറയും. ഇതിനകത്ത് തീർച്ചയായിട്ടും വരും. 1 പ്രമേഹം, 2 കൊളസ്ട്രോൾ, 3 പ്രഷർ, ഉയർന്ന രക്തസമ്മർദ്ദം, 3 നമ്മുടെ ജോയിൻറ്റ് പെയിൻസ്, കൂർക്കം വലി, ലിവറിനുള്ള, അതായത് നമ്മുടെ ഫാറ്റി ലിവർ. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ ചുറ്റിനും നോക്കുന്ന അസുഖങ്ങളിൽ പനി, ജലദോഷം അങ്ങനത്തെ അല്ലാത്ത മിക്കവാറും എല്ലാ അസുഖങ്ങൾക്കും ഒരു ലൈഫ് സ്റ്റൈലിൻ്റേതായിട്ട് ഒരു കണക്ഷനുണ്ട്. ശരിക്കും പറഞ്ഞാൽ സാധാരണ പറയുന്ന തൊണ്ടവേദനയ്ക്കും ജലദോഷത്തിനും പോലും ചില ലൈഫ് സ്റ്റൈലുകൾ മാറ്റിയാൽ മാറ്റം വരും. അപ്പോൾ ലൈഫ് സ്റ്റൈലിന് നമ്മുടെ രോഗവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ആയുർവേദം പറയുന്നത് എന്താണ്? ഭക്ഷണമാണ് മരുന്ന്. കറക്റ്റ് ഭക്ഷണമാണെങ്കിൽ മരുന്ന് വേണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ആഹാര രീതി, നമ്മൾ കഴിക്കുന്ന ദ്രാവകങ്ങൾ. ഞാൻ ദ്രാവകം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ദ്രാവകമല്ല ഉദ്ദേശിച്ചത്, മദ്യമല്ല ഉദ്ദേശിച്ചത്, സാധാരണ കഴിക്കുന്ന പല ദ്രാവകങ്ങളുണ്ടല്ലോ. ദ്രാവകം എന്ന് പറയുമ്പോൾ മദ്യമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പച്ചവെള്ളം കഴിക്കുന്നതാണ് ശരിക്കും നമ്മൾ കഴിക്കേണ്ട യഥാർത്ഥ ഒരു ദ്രാവകമെങ്കിൽ നമ്മളിന്ന് കഴിക്കുന്ന ഏത് തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ, ടെട്രാ പാക്കിലുള്ളത്, ഈസി ആയിട്ടുള്ള അങ്ങനെയല്ല സോഡ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മനുഷ്യന് വളരെയധികം ദോഷം ചെയ്യുന്നതാണെന്ന് എനിക്കിന്ന് മനസ്സിലായിട്ടുണ്ട്. ആഹാര രീതിയും ഭക്ഷണവും എക്സസൈസും മാറ്റുകയാണെങ്കിൽ, എൻ്റെ ഈ പ്രോഗ്രാമിനകത്ത് മെയിനായിട്ട് അതാണ് ഞാൻ ചെയ്യുന്നത്. ഇത് മാറ്റിയാൽ ഈ പറയുന്ന അസുഖങ്ങളെല്ലാം വളരെ ഡ്രമാറ്റിക്കായിട്ട് മാറുമെന്ന് ഇന്നിപ്പോൾ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും. ഞാനിപ്പോഴും ഒരാൾ എൻ്റെ ഡയബറ്റീസ് മാറ്റി തരുമോ എന്ന് വന്ന് ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറില്ല. അത് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാൻ എനിക്കിപ്പോഴും താല്പര്യമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരാളോ, പ്രമേഹമുള്ള ഒരാളോ, കൊളസ്ട്രോൾ ഉള്ള ഒരാളോ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ അസുഖത്തിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് വളരെയധികം നാടകീയമായ മാറ്റമാണ്. ഏറ്റവും ലേറ്റസ്റ്റ്, സാധാരണ ആരും അവരുടെ കാര്യം പുറത്തിങ്ങനെ പറയാറില്ല, പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം നേരത്തെ പറഞ്ഞ എൻ്റെ തുടക്കത്തിൽ വന്നിരുന്ന ഒരു ഡോക്ടറുടെ പേര് പറയാൻ എനിക്ക് പ്രയാസമില്ല, കാര്യം ഞാൻ ഡോക്ടർ അത് പബ്ലിക്കായിട്ട് ഓപ്പണായിട്ട് പുള്ളിയുടെ ഫേസ്ബുക്ക് ടൈം ലൈനിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ഡോക്ടർ ഷിബു മാത്യു എന്ന് പറഞ്ഞ ഡോക്ടർ ഗൾഫിലാണ്. പുള്ളി സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ്, യൂറോളജിസ്റ്റാണ്, FRCS ഉള്ള ഒരാളാണ്. പുള്ളി ഇപ്രാവശ്യം എൻ്റെ അടുത്ത് വീണ്ടും ഈ വർക്ക്ഷോപ്പിൽ പുള്ളിയുടെ വൈഫിനായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കുള്ള ഒരു അനുഭവം എനിക്ക് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞത് പുള്ളിക്ക് 95-96 കിലോളം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഡയബറ്റിസ്, പ്രഷർ, ഉയർന്ന കൊളസ്ട്രോൾ ഇതൊക്കെ ഉണ്ടായിട്ട് ബെരിയാട്രിക് സർജറി ചെയ്യാൻ വേണ്ടി പുള്ളി പ്ലാൻ ചെയ്യായിരുന്നു. ഇന്നിപ്പോൾ പുള്ളിക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്നും, ഡയബറ്റീസിൽ നിന്നും, പ്രമേഹത്തിൽ നിന്നും, കൊളസ്ട്രോളിൽ നിന്നും, എന്തായാലും പറയുക അമിതവണ്ണം കുറഞ്ഞു. അത് മാത്രമല്ല ഉയർന്ന രക്തസമ്മർദ്ദം, ഇതെല്ലാം മാറി കംപ്ലീറ്റ്ലി നോർമലായിട്ടുള്ള ഒരാളായി, ഒരു മരുന്ന് ഉപയോഗിക്കാത്ത ഒരാളായി മാറി. ഇത് പുള്ളിക്ക് സംഭവിച്ച അത്ഭുതമായ സംഭവം. ഞാനിതിപ്പോൾ ഇങ്ങനെ തുറന്ന് പറയുന്നത് പറഞ്ഞാൽ പുള്ളി എൻ്റെ ടൈം ലൈനിൽ ഇപ്പോൾ ക്യുക്ക് സ്ലിമ്മിങ് ഫോർ സ്ലിമ്മിങ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഓപ്പൺ ഗ്രൂപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ക്ലോസ്ഡ് ഗ്രൂപ്പാണ്, ഓപ്പൺ ഗ്രൂപ്പാണ്. അതിനകത്ത് ആർക്ക് പോയി നോക്കിയാലും ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സംഭവം കാണാം. ഇത്രയും അങ്ങനെ ആളുകൾ ഇപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയതിൽ നിന്നും അതിൻ്റെ ബലത്തിൽ ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ഒരുമാതിരിപ്പെട്ട ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ഒരാൾക്കുണ്ടായ വേറൊരാളുടെ കാര്യം പറയാം. ഈ നാഷ് എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് സ്റ്റീയറ്റോറിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ് ഇന്ന് മലയാളി എടുത്താൽ ഏകദേശം 30-40% പേർക്കും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. നമ്മൾ ഡോക്ടർമാരുടെ അടുത്ത് പോകും, നിങ്ങൾ ആഹാരം നിയന്ത്രിക്കുക, വണ്ണം കുറയ്ക്കുക എന്നൊക്കെ പറയുമെങ്കിലും
വളരെ വളരെ കുറഞ്ഞ ഒരു ശതമാനം പേരുടെ മാത്രമാണ് ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്യുന്നത്. ഞാനിത്ര ഉറപ്പിച്ച് പറയുന്നത് പറഞ്ഞാൽ എനിക്കിതുണ്ടായിരുന്ന ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇത് ജീവിതകാലം മുഴുവൻ കൊണ്ട് കിടക്കുകയും കുറേ നാൾ കഴിയുമ്പം മോശമായി വേണമെങ്കിൽ സിറോസിസ് വരെ ആകാൻ സാധ്യതയുള്ള അപകടം പിടിച്ച ഒരു സംഭവമാണ്. ഈ ഭക്ഷണ രീതി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണ്, അമിതവണ്ണം കുറയ്ക്കുകയാണ്, നമ്മുടെ ആഹാര രീതികൾ മാറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായും റിവേഴ്സ് ചെയ്യാമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നും മറ്റ് പലരുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാരണം ഹൈപ്പോതൈറോയിഡിസം. മെഡിക്കൽ ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് തുടങ്ങിയാൽ, ഞാൻ ENT സർജനാണ്, എൻ്റെ ഏരിയയിൽ വരുന്നൊരു സംഭവമാണ്, ഹൈപ്പോതൈറോയിഡിസത്തിന് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ മിക്കവാറും ജീവിതകാലം മുഴുവൻ കഴിക്കണമെന്നാണ് പറയുന്നത്. അത്ഭുതവശാൽ എന്ന് പറയട്ടെ, ഞങ്ങളുടെ അവിടെ ഞാൻ പറഞ്ഞു ഏകദേശം ഇപ്പോൾ 98-99 ഡോക്ടർമാർ എൻ്റെ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഏകദേശം 1000-ഓളം പേര് അടുത്തതിനകത്ത് 98 പേര് ഡോക്ടേഴ്സാണ്. അതും ഈ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സും 2-3 ഹോമിയോ ഡോക്ടർമാരുമാണ് ചെയ്തിട്ടുള്ളത്, ആയുർവേദക്കാർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു സംഭവം, ഈ ഒരു ഡോക്ടർക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർക്ക്, എൻ്റെ ഈ പ്രോഗ്രാം ചെയ്ത ഡോക്ടർക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പ്രോഗ്രാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷനും കൊണ്ടും ഈ വണ്ണം കുറഞ്ഞതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നതും ഈ ഡോക്ടർ വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. തീർച്ചയായിട്ടും വളരെയധികം പേരുടെ ഹൈപ്പോതൈറോയിഡിസത്തിനകത്ത് പൂർണ്ണമായും മരുന്ന് നിർത്തിയെന്ന് ഞാൻ പറയുന്നില്ല. സാധാരണഗതിയിൽ ആ മരുന്നുകൾ കൂടിക്കൂടി, ഈ തൈറോക്സിൻ മരുന്ന് കഴിക്കുന്നത്, T4 എന്ന് പറയുന്ന മരുന്ന് കഴിക്കുന്നത് കൂടിക്കൂടി വന്നിരുന്നത് നിൽക്കുകയും തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പ്രോഗ്രാമിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ചെയ്യാതെ എൻ്റെ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ട് പറയും. അതായത് ആഹാര നിയന്ത്രണം കൊണ്ട് മാത്രം ഇത് വർക്ക് ചെയ്യില്ല. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സോഫ്റ്റ്വെയർ പോലെയാണ് ഈ പ്രോഗ്രാം. സോഫ്റ്റ്വെയർ ഇല്ലാതെ ഹാർഡ്വെയർ വർക്ക് ചെയ്യില്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഞാൻ 100% ഉറപ്പായിട്ട് പറയാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് ഇപ്പോൾ ഈ സംഗതി തുടങ്ങിയിട്ട് 3 വർഷമായെന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ 3 വർഷം, ഒരു വർഷം ആദ്യത്തെ വർഷം എൻറോൾ ചെയ്തവർ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തവരും ഇപ്പോഴും ഇത് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ അവർക്കുണ്ടായ വ്യത്യാസം അങ്ങനെ തന്നെ തുടരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ 120 നിന്ന് 82 വന്നു, ഇപ്പോൾ 84 ഇപ്പോൾ 84 നിൽക്കുന്നു എന്ന് പറഞ്ഞു. നോർമലി ഇപ്പം ഇത് സസ്റ്റെയിൻ, ഈ പ്രോഗ്രാം സസ്റ്റെയിൻ ചെയ്യാത്ത ഒരാളാണെങ്കിൽ 84-ന് 86 ആവും, 88 ആവും, വീണ്ടും പഴയ 120 വലിയ താമസമില്ല. അപ്പോൾ ഇത് എങ്ങനെ ഇത് സസ്റ്റെയിൻ ചെയ്യാൻ അവരെ സഹായിക്കുന്നു? ഒന്ന്, ഈ മോട്ടിവേഷൻ. ഞാൻ ഇതിന് വളരെ ഇപ്പം പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട്. സിസ്റ്റമാറ്റിക് കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായ ഒരു ലിസ്റ്റുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വളരെ നിസ്സാരമായ ലിസ്റ്റാണ്. ഉദാഹരണത്തിന് അവർ വെയിറ്റ് ലോസ് ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം അവരുടെ വെയിറ്റ് നോക്കണം, അവരുടെ വേസ്റ്റ് ലൈൻ നോക്കണം, ഇത് അവർ റെക്കോർഡ് ചെയ്യണം. എന്തിനാണെന്ന് പറഞ്ഞാൽ അവർ 1 കിലോ കൂടിയാൽ അത് അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇത് ആര് തെറ്റിക്കുന്നോ അവർ കുഴപ്പമാണ്. അതുപോലെ തന്നെ അവർ ആഹാരം കഴിക്കുന്നത് എഴുതി വെക്കണമെന്ന് പറയാറുണ്ട്. അതായത് അവർ അറ്റ്ലീസ്റ്റ് 1 വർഷത്തേക്ക് അവർ എഴുതി വെക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ ചിലരൊക്കെ ഉഴപ്പിക്കളയാറുണ്ട്. അങ്ങനെ വരുന്നവരെന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് സ്ലിപ്പ് ചെയ്യും. സ്ലിപ്പ് ചെയ്യുമ്പോൾ അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ലോസ് ചാർട്ട്. അപ്പോൾ ഇത് മുഴുവൻ സ്ട്രാറ്റജികളാണ്. എൻ്റെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് മുഴുവൻ ചെറിയ 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 സ്ട്രാറ്റജികളാണ്. ഈ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോകുന്നത്, ഈ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് പോകുന്നത് പല വിധത്തിൽ പോകാം. സാധാരണഗതിയിൽ നമ്മൾ ട്രെയിനിൽ പോകും, അല്ലെങ്കിൽ കാറിൽ പോകും, ബസ്സിൽ പോകും. കുറേ പേര് സൈക്കിളിൽ പോകാൻ തീരുമാനിക്കുകയാണ്. നമ്മൾ മറ്റേ കാറിൽ പോകുന്നവരെ അപേക്ഷിച്ച് സൈക്കിളിൽ പോകുന്നവർ തിരുവനന്തപുരത്ത് എത്താനുള്ള സാധ്യത കുറയും. ഇനി ഒരാൾ നടന്നു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ചേർത്തല വരെ പോകും, അടുത്ത വണ്ടിക്ക് തിരിച്ചു വരും, ബസ്സിൽ കയറി തിരിച്ചു വരും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി എന്ത് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്നുള്ളത് തിരുവനന്തപുരത്ത് എത്തുമോ ഇല്ല എന്നുള്ളതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഈ പ്രോഗ്രാം നിറയെ സ്ട്രാറ്റജികളാണ്. ആഹാരം എങ്ങനെ കഴിക്കണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ എക്സസൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള സ്ട്രാറ്റജി. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നിത്യമായുള്ള ശീലങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയായിട്ട് ഇപ്പോൾ പൂർണ്ണമായും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇവർ സ്ലിപ്പ് ചെയ്യും. അപ്പോൾ ഇവർ സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു സംവിധാനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ചിലർ ഉഴപ്പുകയാണെങ്കിൽ അത് പ്രശ്നം വരും. ഇപ്പോഴത്തെ എൻ്റെ കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 97-98% ആണ്. അത് 100 പേര് ചെയ്യുകയാണെങ്കിൽ 97-98 പേരും അത് കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. സസ്റ്റൈനബിൾ ചേഞ്ച് കാണിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഈ ഞാൻ പറഞ്ഞില്ലേ 10, 11 അല്ലെങ്കിൽ 12 മണിക്കൂർ എടുക്കുന്ന ഈ വർക്ക്ഷോപ്പിൻ്റെ ഒരു അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്നത് ഈ 3% പേര് എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ്. നിങ്ങൾ അതേ അപകടം അല്ലെങ്കിൽ അബദ്ധം തിരിച്ച് കാണിക്കാതിരിക്കുക എന്നുള്ളത് ഈ പ്രോഗ്രാമിൻ്റെ ഒരു 15 to 20 മിനിറ്റ്സ് ഒരു സെഷനാണ്. മറ്റവരെന്തുകൊണ്ട് പരാജയമായിട്ട് കേട്ട് കഴിഞ്ഞാൽ വളരെ നിസ്സാരം. ഉദാഹരണത്തിന് പറയുന്നൊരു കാര്യം, നിങ്ങൾ വെയിറ്റ് ലോസ് ചാർട്ട് എഴുതണം. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും വളരെ നിസ്സാരമെന്ന് തോന്നും. അല്ലെങ്കിൽ ഇന്ന് കഴിച്ച സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ എഴുതി വയ്ക്കുക, എന്നിട്ട് അതിനെ ഓഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ
പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിനകത്ത് എന്താ ഇത്ര വലിയ പ്രത്യേകത? മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ തോന്നും, ഒരു 3 മാസം കഴിയുമ്പോൾ തോന്നും, മെഡിറ്റേഷൻ ചെയ്തില്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ വണ്ണം കുറയേണ്ട കാര്യമുണ്ടോ? അത് ആഹാരമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ എൻ്റെ ലോജിക്കിൽ അവരുടെ ലോജിക്ക് കയറ്റിയ പ്രശ്നമാണ്. ഈ പ്രോഗ്രാം എൻ്റെ ലോജിക്ക് അനുസരിച്ച് തന്നെ പോകണം. ഞാൻ പറയുന്നതിനകത്തുള്ള പൂർണ്ണമായ വിശ്വാസം, ഇപ്പം ഞാൻ പറയാം, ഇപ്പം ക്രിസ്ത്യൻസ് പറയില്ലേ, വിശ്വാസം മലയെ നീക്കുമെന്നൊരു ബൈബിളിലൊരു അതിനകത്തൊരു ഘടകമുണ്ട്. നമ്മളിപ്പോൾ എന്താണ്, ഇപ്പം ഒരു അസുഖം വന്നാൽ പള്ളിയിൽ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, അതിനകത്തു നിന്ന് കിട്ടുന്ന ഒരു പവറുണ്ട്. അത് എൻ്റെ അസുഖം, ഒരു ഹോമിയോ ഡോക്ടറായ ഡോക്ടർ ഗണേഷിന് ഇതിനെപ്പറ്റി പോകുന്ന, ഇപ്പം ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് പ്ലാസിബോയുടെ ഒരു ഇഫക്റ്റിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ട് ചെയ്യണം. ശരിയാണ്. അലോപ്പതി ഇതിനകത്തോടെ നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇതിനകത്ത് ഏറ്റവും പറഞ്ഞ അബദ്ധമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, പ്ലാസിബോ ഒരു മരുന്നിനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലാസിബോ ഇഫക്റ്റിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് അലോപ്പതി ശാസ്ത്രം മുന്നോട്ട് വന്നത്. എൻ്റെ അഭിപ്രായത്തിൽ തികച്ചും തെറ്റായ ഒരു സംഭവം. എന്തുകൊണ്ട് അലോപ്പതി അല്ല അതിനെ ഒരു പ്ലാസിബോ ഇഫക്റ്റിനെ, ഒരു കുഴപ്പവുമില്ലാത്തൊരു പ്ലാസിബോ ഇഫക്റ്റിനെ ഡിസ്കൗണ്ട് ചെയ്യണം? ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ട് ഇഫക്റ്റീവായിട്ട് അതിന് ഗുണമുണ്ടാകുന്നുണ്ട്. ഗുണമുണ്ടാകുമ്പോൾ അതായത് നമ്മളതിനെ പറയും രോഗിയിലുള്ള രോഗിക്ക് ഡോക്ടറിലുള്ള വിശ്വാസമെന്ന് അതിനെ തെറ്റായി പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ആക്ച്വലി പ്ലാസിബോ ഇഫക്റ്റ്. അതെ, മരുന്നിലും ഡോക്ടറിലും രോഗിക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചികിത്സിക്കുന്ന രീതിയിലും വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ മരുന്ന് വലിക്കില്ല. അപ്പോൾ ഞാനീ പറയുന്ന പരിപാടിയിൽ പൂർണ്ണമായും അവർക്ക് വിശ്വാസം ഉണ്ടാകേണ്ടത് അതാണ് ആ മെഡിറ്റേഷൻ്റെ അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ. അപ്പം ഇത് നാം അപ്പോൾ വിശ്വാസമില്ലാത്തവർ ഈ പരിപാടിയിൽ വന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആ വിശ്വാസം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഞാനും അത് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഈ പറയുന്ന ഞാനതുകൊണ്ട് അവരോട് പറയും, നിങ്ങൾ എൻ്റെ വെബ്സൈറ്റ് വായിക്കാതെ ദയവേത് എന്നെ വിളിക്കുക പോലും ചെയ്യരുത്. ഓക്കെ. ഒന്ന്, അവർക്ക് എന്താണ് ഈ പരിപാടി എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം പോയിട്ട് ഈ പറഞ്ഞ www.QKSLM എന്നതിനകത്ത് 4 പേജ് ഞാൻ എന്തിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എന്താണ് അതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനോട് യോജിക്കുന്നു എന്നെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു സ്പിരിച്വാലിറ്റിയാണ്, അല്ലാതെ ഒരിക്കലും ഒരു മതവുമായിട്ട് അതിന് യാതൊരു തമാശ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പ്രോഗ്രാം ചെയ്യുന്നത് 50% കൂടുതൽ മുസ്ലിംസാണ്. അപ്പോൾ പൂർണ്ണമായ വ്യത്യസ്തകൾ, നിരീശ്വരവാദികൾ ഈ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിശ്വാസവുമായിട്ട് അവർ നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം, നിരീശ്വരവാദികൾക്കാണ് ഉത്തരവാദിത്തം ഏറ്റവും കൂടുതൽ. മറ്റത് പലപ്പോഴും പൂർണ്ണമായും നമ്മൾ ചെയ്യേണ്ട പരിപാടിയൊക്കെ അങ്ങ് ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ്. ഡോക്ടർ, നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് നിരീശ്വരവാദികളിലാണ് ഉത്തരവാദിത്ത ബോധം കൂടുതലുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരില്ല. അതുകൊണ്ട് ഞാൻ ഇതിനൊക്കെ നമ്മൾ ക്വിക്സിലിമിനെപ്പറ്റി തന്നെ തിരിച്ചു വരാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഡോക്ടറുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 1000-ഓളം പേര് 1000 എടുക്കാൻ ഇനി 32 പേരുടെ കുറവാണ് ഡോക്ടർ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഡോക്ടറുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കാണുന്ന പലർക്കും ചിലപ്പോൾ ഡോക്ടറുടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്നോ വണ്ണം കുറയ്ക്കണമെന്നോ തോന്നുന്നെങ്കിൽ അവരിൽ നിന്നും ഡോക്ടർ പ്രതീക്ഷിക്കുന്ന ചില പ്രീ റിക്വിസിറ്റ്സ് ഉണ്ടല്ലോ, അവരെന്തായിരിക്കണം, അല്ലെങ്കിൽ അവർ എന്ത് തരത്തിലുള്ള മാനസികമായ തയ്യാറെടുപ്പോടെ ആയിരിക്കണം ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്? ഡോക്ടർ വെബ്സൈറ്റ് വായിക്കുക എന്നുള്ള നിർബന്ധമാണെന്ന് പറഞ്ഞു. അതല്ലാതെ അവരിൽ എന്താണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഏറ്റവും എളുപ്പമുള്ള കാര്യം പറയാം, ആദ്യം അവർ വണ്ണം കുറയ്ക്കാൻ തീരുമാനിക്കണം. അല്ലാതെ വേണമെങ്കിൽ കുറച്ച് കിട്ടി ഇങ്ങനെ ആരെങ്കിലും എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി തന്ന് എനിക്കിങ്ങനെ ആ പരിപാടി നടക്കുക. അതായത് ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാനൊരു വ്യക്തമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക മാത്രമാണ്. ഇതുവഴി നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറയുക മാത്രമാണ് എൻ്റെ ജോലി. പിന്നെ ഓഫ് കോഴ്സ് പോകാൻ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. മാത്രമല്ല എൻ്റെ ഞാൻ പറഞ്ഞ ഈ സംവിധാനത്തിൽ കൂടി മുമ്പ് യാത്ര ചെയ്തവരെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇതുവഴി അതൊരു വലിയ കാര്യമാണ്. അവർ ചെയ്യുന്ന സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് മുമ്പ് ചെയ്തവർ എല്ലാവരും തന്നെ, മിക്കവാറും എല്ലാവരും തന്നെ പുതിയ വരുന്നവരെ അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗം. എന്തുകൊണ്ടെന്നറിയോ, നമ്മൾ പലപ്പോഴും ഈ ക്രിസ്ത്യൻ മാരേജിൽ പറയും, ഞാനിപ്പോൾ ഈ അച്ഛൻ പറയാറുണ്ട്, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതൊക്കെ പണ്ട് നിങ്ങൾക്ക് കേട്ടിരുന്നതാണ്, നിങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണെന്ന് പറയും. അത് വളരെ റെലവൻ്റായിട്ട് കാര്യമാണ്. അതുപോലെ തന്നെ ഈ സീനിയേഴ്സായിട്ടുള്ളവർ ഈ പുതുതായിട്ട് ഫ്രഷായിട്ട് വരുന്നവരെ ഉപദേശിച്ച് തുടങ്ങുമ്പോൾ, പണ്ട് ഗാന്ധിജിയോ അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസൻ ചെയ്തെന്ന് പറഞ്ഞാൽ മിഠായി തിന്നരുത് എന്ന് പറഞ്ഞൊരു കുട്ടിയെ ഉപദേശിക്കുന്നതിന് മുമ്പ് ആദ്യം സ്വയം മിഠായി കഴിക്കുന്നത് നിർത്തണം. അതുപോലെ അവരെ ഉപദേശിക്കുമ്പോൾ ഇവരെ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഞാനിപ്പോൾ ഡോക്ടർ ഗണേഷിനോട് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോൾ ഞാനത് ചെയ്തിട്ട് ഞാനത് പറയാൻ എനിക്ക് തോന്നില്ല, അല്ലെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസമെങ്കിലും എനിക്കത് ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി. അപ്പം ഇവരിങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇപ്പം ഒറ്റയ്ക്ക് മല കയറാൻ പോകുന്നത് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ നേരെ മറിച്ച് ഒരു 10 പേര് 15 പേര് ചേർന്നൊരു ട്രക്കിംഗ് പോലെ പറഞ്ഞ് പോവുകയാണെങ്കിൽ കാര്യം എളുപ്പം നടക്കും. മാരത്തോൺ അല്ലാതെ ആയുസിൽ ഓടാത്തവരൊക്കെ ഇപ്രാവശ്യം എൻ്റെ സുഹൃത്തുക്കൾ പലരും ഹാഫ് മാരത്തോൺ ഓടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്താൽ അതിന് അപ്പോൾ ഇതൊരു വലിയ സംവിധാനം. ഇന്നിപ്പം നമ്മൾ ആ ഫേസ്ബുക്കും ഈ ഇൻ്റർനെറ്റും ഒക്കെ സംവിധാനം വന്ന് ലോകമെന്ന് ചുരുങ്ങിക്കഴിഞ്ഞു.
അപ്പോൾ ഈ ക്യുക്സ്ലിൻ ചെയ്യുന്നവർ ലോകത്തിൻ്റെ പല ഭാഗത്താണ്. ജപ്പാനിലുണ്ട്, US-ലുള്ളവരുണ്ട്, UK-ലുള്ളവരുണ്ട്, സിംഗപ്പൂരിലുള്ളവരുണ്ട്, ദുബായിലുള്ളവരുണ്ട്, മലയാളികളുണ്ട്, ബാംഗ്ലൂരിലുള്ളവരുണ്ട്, മദ്രാസിലുള്ളവരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒറ്റ ഗ്രൂപ്പായിട്ട് ഇന്ന് ഒരു കമ്പ്യൂട്ടറിനകത്തുകൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയപ്പെടുകയാണ്. അപ്പോൾ ഒരുമിച്ച് പോകുന്നു, മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നു. ഒരു സപ്പോർട്ട് ഗ്രൂപ്പ്, ക്യാൻസറിന് പോലും സപ്പോർട്ട് ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്ന ആദ്യം അവരുടെ തീരുമാനമാണ്, പിന്നെ 100% കമ്മിറ്റ്മെൻറ്റ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം പറയുന്നു, ഒരു 150 കിലോ ഒരു തൂക്കമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറയാറുള്ളൂ. 70 വയസ്സിൽ എൻ്റെ അമ്മയും 73-ാമത്തെ വയസ്സിൽ 74-ാമത്തെ വയസ്സിൽ ഈ പരിപാടി ചെയ്തിട്ടുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അപ്പോൾ ചെയ്യുക എന്ന് പറയുന്നത് 100% ഒരു തീരുമാനവും ഞാനിത് കൊണ്ടേ പോകുക എന്നുള്ള ഉറച്ച വിശ്വാസവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്താനാകുമെന്നുള്ളതാണ്. ഇതിലൊരു കാര്യം എനിക്ക് തോന്നുന്നു, ഈ വരുന്ന ആൾക്കാർക്ക് സത്യസന്ധത വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അവരോട് തന്നെ സത്യസന്ധത പുലർത്തണം. നമ്മൾ എന്താണ് എന്നവർ തിരിച്ചറിയണം, അത് സമ്മതിക്കാൻ അവർ തയ്യാറാവണം. ശരിയല്ലേ? 100%. ഞാൻ 2 കോൺസെപ്റ്റ് ഇപ്പോൾ പറയാറുണ്ട്, അതും ഇതിനകത്തുള്ള സെഷൻ. ഒന്ന്, പ്യുവർ അവെയർനെസ്. നിങ്ങൾ എന്തിനെ ചിന്തിക്കുന്നു, എന്ത് ഭക്ഷിക്കുന്നു, എന്ത് കഴിക്കുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി 100% പ്യുവർ അവെയർനെസ്, മൈൻഡ്ഫുൾനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വേണം. അതായത് നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് അറിയണം. ഞാൻ ഒരു സാധനവും ചോറൊഴിച്ച് ഒരു സാധനവും ഞാൻ കഴിക്കരുതെന്ന് പറയാം. ചോറെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദോശ, ഇഡ്ഡലി ഒന്നും കുഴപ്പമില്ല, അതിനെപ്പറ്റി ഇപ്പോൾ കൂടുതൽ നമ്മൾ പറയാൻ പോയ അവിടുത്തെ എത്തത്തില്ല. പക്ഷേ അതൊന്ന്. 2, അവനോട് തന്നെയുള്ള ഒരു ഹോണസ്റ്റി, ബ്രൂട്ടലി ഹോണസ്റ്റ് എന്ന് പറയും. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത് ഡോക്ടർ ഗണേഷ് നോക്കാനായിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ കാര്യം നടക്കില്ല. അല്ലെങ്കിൽ ഡോക്ടർ ഗണേഷ് എന്ത് ചെയ്യുന്നുള്ള ഞാൻ എപ്പോഴും നോക്കിയില്ല, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞാലേ ഭർത്താവ് ചെയ്യിക്കുള്ളൂ, ഭാര്യയുടെ നോട്ടം ഉണ്ടെങ്കിലേ ഭർത്താവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പോൾ ബ്രൂട്ടലി ഹോണസ്റ്റ് ആയിരിക്കണം അവരവർ ഈ ചെയ്യുന്ന കാര്യത്തോട്. പിന്നെ ഒരു പ്യുവർ അവെയർനെസ്. പിന്നെ ഇത്രയും നാളില്ലാത്ത ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും നാളില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ കൂടെ തയ്യാറാകണം അല്ലേ? ഇത്രയും നാൾ ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുള്ളൂ എന്ന് കഠിനമായി ഉറപ്പിച്ചിട്ട് വന്നാൽ ഇത്രയും നാളുമുള്ള റിസൾട്ട് തന്നെ കിട്ടുള്ളൂ. നമ്മുടെ ദേഹത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന 20 കിലോ ഫാറ്റിന്, അല്ലെങ്കിൽ 20 കിലോ, 15 കിലോ, 5 കിലോ, 10 കിലോ ഫാറ്റിന് നമുക്ക് ഉരുക്കി കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യാൻ റെഡിയായേ മതിയാവും. എന്നാൽ മാത്രമേ അത് പക്ഷേ വളരെ നിസ്സാരമായ കാര്യമാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു വലിയ 50 നില കെട്ടിടം ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ലിഫ്റ്റ് 3-ാമത്തെ നില തുടങ്ങിയ ലിഫ്റ്റുള്ളൂ. അള്ളിപ്പിടിച്ച് കയറണ്ട, നടന്ന് കയറാൻ പറ്റും, സ്റ്റെപ്പ് കയറാൻ പറ്റും. അങ്ങനെ കയറി 3 ആഴ്ച ഞാൻ ഈ പറയുന്നത് പോലെ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് 3-ാമത്തെ ആഴ്ച തുടങ്ങി ഫ്രീ റൈഡാണ് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട്. അതാണ് ഇപ്പോൾ ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്തു. ഇപ്പോൾ ഈ 2-2.5 വർഷം 3 വർഷം കൊണ്ട് അതിനെ അത്രയധികം സിംപ്ലിഫൈ ചെയ്തെടുത്ത് ഇന്നിപ്പോൾ ചെയ്യാൻ പറ്റാത്തവരായിട്ട് ആരും അങ്ങനെ കാണാറില്ല. ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടോ ഇതിൽ? ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ പൈസയുടെ അഹങ്കാരം മൂത്ത് ഈ വരേണ്ടതോ ഇത് വലിയ തമാശയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു, ഈ 2-3% പേരിനകത്ത് വളരെ ചെറിയ ഒരു ശതമാനം, ഒരു പക്ഷേ അങ്ങനെയുള്ളൊരു ഇപ്പം ഈ പ്രോബ്ലി കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അതിന് മുന്നേ ഒരാൾ വന്നിട്ട് ഇതെന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി പോയി. ശ്രമിച്ചു നോക്കാതെ എങ്ങനെയാണ് പറയണത്? ശ്രമിച്ചവരാരും എൻ്റെ ഇതിൽ ഫസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ തന്നെ വേണമെങ്കിൽ പണ്ട് ഇപ്പം ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു എന്താണ് ഇതിന് മുന്നേ എന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആദ്യത്തെ ആളുകൾക്ക് എങ്ങനെ, ഇന്നിപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ചെയ്തവരോട് ചോദിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഞാൻ പറഞ്ഞു, ഈ തുടക്കം തുടങ്ങി ചെയ്തിട്ടുള്ളവരോട് ഇന്ന് സംസാരിക്കാൻ, ഫേസ്ബുക്ക് വഴി ഇൻറ്ററാക്ട് ചെയ്യാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് അവൈലബിളാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ പ്രയാസമായിരിക്കും. അവർ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾക്ക് പങ്കുവയ്ക്കാൻ അല്ല എല്ലാവരിലോട്ടും അവരെ എക്സ്പോസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇന്ന് അവരുടെയും കൂടെ ഒരു സപ്പോർട്ടും ഡയറക്ഷനും ഉള്ളതുകൊണ്ട് പ്രയാസമില്ലാതെ ആദ്യത്തെ തീരുമാനം അതാണ് ഏറ്റവും വേണ്ടത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. QuickSlim.com ഡോക്ടറുടെ വെബ്സൈറ്റാണ്. വണ്ണം കുറയ്ക്കണം, ആരോഗ്യകരമായ ഒരു ജീവിതം ഇനിയെങ്കിലും വേണം എന്ന് താല്പര്യമുള്ളവരെല്ലാം ആ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്കണം. ഡോക്ടറുടെ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്യണമെന്ന് ഞാൻ ആരോടും പറയില്ല. പക്ഷേ ആ വെബ്സൈറ്റ് ഒന്ന് തുറന്നു നോക്കിയാൽ ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം ഇങ്ങനൊരു സംഗതിയുണ്ട്, വണ്ണം കുറയ്ക്കണം, അതിനൊരാളുടെ സഹായം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ഈ വിഷയത്തെ സംബന്ധിച്ച് വേറെ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാൻ ഡോക്ടറോട് ചോദിക്കാതെ എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, ഞങ്ങളോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി എഴുതി അറിയിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.